ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓഗസ്റ്റ് 26 വിശുദ്ധ സെഫരിയൂസിന്റെ നാമധേയ തിരുനാളിന് ശേഷം സ്നേഹത്തിന്റെയും ക്ഷമയുടെയും വറ്റാത്ത ഉറവിടമായ വിശുദ്ധ മോനിക്കായുടെ നാമധേയ തിരുനാൾ തിരുസഭ ഓഗസ്റ്റ് 27 ആചരിക്കുന്നു. ആഫ്രിക്കയിലെ തെഗാസ്റ്റയിൽ, അതായത് ഇന്നത്തെ അൾജീരിയയിൽ AD 333 മോനിക്ക ജനിച്ചത്. പ്രായപൂർത്തിയായപ്പോൾ മാതാപിതാക്കന്മാർ അവളേക്കാൾ ഏറെ പ്രായമുള്ള മുൻകോപിയായ പാട്രീഷ്യസ് എന്ന വിജാതീനുമായി വിവാഹം കഴിപ്പിച്ചു. ആ ദാമ്പത്യവല്ലരിയിൽ നവജ്യൂസ്, പർപ്പച്ചൂര, അഗസ്റ്റിൻ എന്ന 3 മക്കളെ നൽകി ദൈവം വിശുദ്ധയെ അനുഗ്രഹിച്ചു. ഭർത്താവുമൊത്തുള്ള 30 വർഷക്കാലം സഹനത്തിന്റെ തീച്ചൂളയിലാണ് കടന്നുപോയത്. അവളുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി ഭർത്താവും ഭർതൃമാതാവും ക്രിസ്തുമതം സ്വീകരിച്ചു. ഭർത്താവിന്റെ മരണശേഷം വഴിപിഴച്ചുപോയ അഗസ്റ്റിൻ എന്ന മകനു വേണ്ടി നിരന്തരം പ്രാർത്ഥനയിൽ ഏർപ്പെട്ടു. നീണ്ട 17 വർഷങ്ങൾ, ഒരു സ്ത്രീയുടെ ആയുസിന്റെ പകുതിയോളം. ഗോതമ്പ് ചെടി നിലത്ത് വീണഴുകുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ലല്ലോ. അങ്ങനെ തിന്മയുടെ പടുകുഴിയിൽ നിന്ന് വിശുദ്ധിയുടെ പടവുകളിലേക്ക് മകനെ കൈപിടിച്ചുയർത്താൻ ഒരമ്മയുടെ പ്രാർത്ഥനയും കണ്ണുനീരും ഫലമണിഞ്ഞു. അഗസ്റ്റിൻ തന്റെ 33-ാം വയസ്സിൽ ക്രിസ്തുമതം സ്വീകരിക്കുകയും ബിഷപ്പ് അംബ്രോസിൽ നിന്ന് സ്നാനമേൽക്കുകയും ചെയ്തു. മതം മാറിയതിനു ശേഷം അഗസ്റ്റിനും അമ്മയും തഗാസ്റ്റയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ മോനിക്ക ഒരിക്കലും യാത്ര പൂർത്തിയാക്കിയില്ല. റോമിന് പുറത്തുള്ള ഓസ്റ്റിയ എന്ന നഗരത്തിൽ വെച്ച് തന്റെ 55-ാം വയസ്സിൽ മോനിക്ക രോഗബാധിതയായി മരിച്ചു. പുതിയ കാലഘട്ടത്തിൽ മക്കൾ വളരുമ്പോൾ ഒരമ്മ അനുഭവിക്കുന്ന വേദന വളരെ പ്രത്യേകമായ വേദനയാണ്. ഉറക്കെ നിലവിളിക്കുന്നില്ല, എല്ലാവർക്കും കാണാൻ കഴിയുന്ന തരത്തിൽ കണ്ണുനീർ ഒഴുക്കുന്നില്ല. തന്റെ പ്രാർത്ഥനകളിൽ, ചിന്തകളിൽ മക്കൾ ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്നു. വിശുദ്ധ മോനിക്കായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.